മണൽപ്പാതയിൽ നമ്മളുടെ ഒരു അനുഭവമാണ് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് പോയ കുട്ടികൾക്കൊക്കെ പഴയ കാലത്തെ അനുഭവങ്ങളും താകങ്ങളും അറിയില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മളെ നാട്ടുകാർ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പറയാണ്. പിന്നെ അന്ന് കാലത്ത് ഞങ്ങൾ പോയത്, ഞാൻ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് നമ്മളെ കാപ്പമേലിൽ നിന്ന് 76-ൽ കുറച്ച് ആൾക്കാർ പോയിരുന്നു. അവരൊക്കെ എന്തൊക്കെ അന്നത്തെ ചൂടും ഇതൊന്നും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് തന്നെ തിരിച്ചു പോന്നു. പിന്നെ ഇവിടുന്ന് പോയത് ഒരു 6-7 ആൾക്കാർ, ഞാനടക്കം 1977-ലാണ്. അന്നൊക്കെ ഹജ്ജിന് പൈസ കിട്ടിയിട്ടാണ് പോകുക. അന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ ഹജ്ജിന് പൈസ കിട്ടിയവർക്കൊക്കെ കിട്ടി. അവരൊക്കെ കപ്പൽ മാർഗം പിന്നെ ഹജ്ജിനും ജിദ്ദയിലേക്കും പോയി. നമ്മളവിടെ നിൽക്കുക, ജോലി അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു ബേസിക്കായിട്ട് നമ്മളൊക്കെ ഹജ്ജിൻ്റെ കൂട്ടത്തിലുള്ള ഉദ്ദേശം. ഹജ്ജ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. അതിൽ ഞാനൊക്കെ ഹജ്ജിന് പൈസ കിട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് അന്ന് വളരെ കുറവായിരുന്നു. 19 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഹജ്ജിന് തന്നെ പ്ലെയിന് കിട്ടുക. പ്ലെയിന് കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ചും കൂടിയും കോസ്റ്റ്ലിയാണ്. അന്നത്തെ കാലത്ത് 2000 റുപ്പി ജാസ്തിയായിരുന്നു. അങ്ങനെ രണ്ടാമത് വീണ്ടും പിന്നെ പ്ലെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഹജ്ജിന് അപ്ലൈ ചെയ്ത് കണ്ട് കിട്ടിയിട്ട് അങ്ങനെ ഞാൻ പ്ലെയിനിലാണ് പോയത്. പോയി അവിടെ ചെന്നിറങ്ങിയത് പിന്നെ 10 ആഗസ്റ്റ് 1977-ലാണ്. കൂടെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജിദ്ദയിൽ ചെന്നിറങ്ങി. അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് അവിടുന്ന് ബസ്സിന് മക്കത്ത് കൊണ്ടുപോയി. ആദ്യമായിട്ടുള്ള വലിയൊരു അത്ഭുതപ്പെട്ട അനുഭവങ്ങളൊക്കെ ആയിരുന്നു. ഉംറയൊക്കെ ചെയ്തു. ഞങ്ങളന്ന് താമസിക്കുന്നത് ഹറമിൻ്റെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പോഴത്തെ രാജാക്കന്മാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസ് ഉണ്ട്, വലിയ ഉയർന്നിട്ടുള്ള സഫ മറുവിൻ്റെ ഭാഗത്ത്. അവിടെ ഇനി താമസിച്ചിരുന്നത്. അന്ന് നമ്മളെ നാട്ടിലെ കാരണന്മാരായിട്ടുള്ള നമ്മളെ ഖാദർ ഉസ്താദ്, അള്ളാഹു, അയാളും ഉമർ മുസ്ലിയാറൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അന്ന് പിന്നെ ഞാനാണ് അവരൊക്കെ നല്ലോണം സഹായിച്ചിരുന്നത്. ഡ്രസ്സ് കഴുകി കൊടുക്കാനും തിരുമ്പാനും ഒക്കെ സഹായിച്ചിരുന്നത് ഞാനായിരുന്നു. ഞാൻ കൂട്ടത്തിൽ ചെറുതല്ലേ. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചു പോന്നു. ഞങ്ങൾ പിന്നെ ജിദ്ദയിൽ പോയിട്ട് ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അവിടെ ജോലിയൊക്കെ കിട്ടി. അങ്ങനെയാണ് അവിടെ അങ്ങനെ തുടർന്ന് പോകുന്നത്. ടോട്ടൽ 45 വർഷം കംപ്ലീറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ 77-ൽ ഹജ്ജ് കഴിഞ്ഞിട്ട് 78 സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ജോലി അന്വേഷിച്ച് ജിദ്ദയിൽ പോയി. അങ്ങനെ എയർപോർട്ടിൽ ജോലി അന്വേഷിച്ചപ്പോൾ പിന്നെ ജോലിയൊന്നും വലിയ ഹെവി ജോലിയൊന്നും എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു എൻ്റെ ശരീരവും എൻ്റെ വയസ്സും പ്രായമൊന്നും. അങ്ങനെ പിന്നെ അവിടെ അതിൻ്റെ ഒരു മാനേജർ, ഒരു സുഡാനി ഉണ്ടായിരുന്നു. അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ ഒരു 2-3 വർഷം ജോലി തന്നു. അതിന് ശേഷം പിന്നെ അയാൾ എന്നെ ജോലിക്ക് എയർപോർട്ടിലേക്ക് ഡ്രൈവറായിട്ടാക്കി തന്നു. അവിടുന്ന് പിന്നെ എയർപോർട്ടിലെ ജോലി എന്നുള്ള സർഫിയിലുള്ള പഴയ എയർപോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ വലിയ ടൗണും ബിൽഡിങ്ങും വലിയ സിറ്റിയൊക്കെ ആയി മാറി. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത് 79 ലാസ്റ്റിൽ 80-ൽ. പിന്നെ 80 തൊട്ട് കണ്ട് 42 പിന്നെ ഈ 2022 വരെ ഇപ്പം നിലവിലുള്ള പുതിയ എയർപോർട്ടിലായിരുന്നു. അതിപ്പോൾ അവിടെ തന്നെ 4 എയർപോർട്ടായല്ലോ. ഒന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ഹജ്ജ് ടെർമിനൽ, പിന്നെ സൗദി ടെർമിനൽ. ഇപ്പോൾ ഇൻ്റർനാഷണൽ സൗദിൻ്റെ പുതിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ടെർമിനൽ ഉണ്ടാക്കി. ഇപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് പിന്നെ ഒന്നാമത് ഞാൻ ജോലിയിൽ നിന്ന് ഒഴിവായത് ഏജിൻ്റെ വിഷയത്തിലാണ്. 60 വയസ്സ് വരെ വിദേശികളെ ജോലിക്ക് വെക്കുള്ളൂ. പിന്നെ സൗദികൾക്കാന്ന് വെച്ചാൽ 58 വയസ്സ് വരെ. അങ്ങനെ ജോലിയിൽ നിന്ന് ഒഴിവാണ്ട് പ്രായമായപ്പോൾ പിന്നെ അങ്ങോട്ട് ഒഴിവായി പോരുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള എല്ലാ കുട്ടികളെയും അതേ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ ജോലി പഠിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ നാട്ടിൽ നിന്ന് ഉള്ള പല ആൾക്കാരും വരുമ്പോഴും പോകുമ്പോഴും പലതരം ബുദ്ധിമുട്ടുകൾ. ഇവിടെയുള്ള പിന്നെ കലാകാരന്മാർ, പിന്നെ അറിയുന്ന നാട്ടുകാർ, പല ലീഗിൻ്റെ ആൾക്കാർ, പല രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് അവരുടെ എമിഗ്രേഷനിലും കസ്റ്റംസിലും മറ്റുള്ളിടത്തൊക്കെ നിന്ന് അവരൊപ്പം നിന്ന് സഹായിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. കണ്ടമാനം സ്ത്രീകൾ നമ്മുടെ നാട്ടിലത്തതും ഉണ്ട്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ജോലിയാർത്ഥം വന്നിട്ട് പിന്നെ സ്പോൺസറായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവർ പിന്നെ
അവരെ ടേക്ക് കെയർ ചെയ്യൂല. അങ്ങനെ എയർപോർട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടുങ്ങാണ്ട് പാസ്പോർട്ടും കൊടുത്ത് വിടും. അപ്പോൾ 1-2 ദിവസം ഒരേ സ്ഥലത്ത് ഭക്ഷണമൊന്നും കിട്ടാണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് വേണ്ട സഹായങ്ങളൊക്കെ എംബസി ത്രൂ ആയിട്ടും എമിഗ്രേഷൻകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്പോൺസർ വിളിക്കും. സ്പോൺസർക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കുറച്ച് പൈസ ഒക്കെ പിരിച്ചെടുത്തിട്ട് അവരെ നാട്ടിലേക്ക് കയറ്റിയേക്കും. അങ്ങനെയുള്ള പല ആളുകൾക്കും പല തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അന്ന് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ കാപ്പിക്കൂടെ ഒന്നും ബസ് ഓടണില്ല, കറണ്ട് ഇല്ല. അന്ന് നമ്മളെ കാപ്പിങ്ങല വീരാൻകുട്ടി, ഞാൻ പിന്നെ KP ഹംസ സ്കൂൾ പഠിക്കുള്ളത്, കുറേങ്ങൽ അബുവജി, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് കുറച്ച് പൈസ ഒക്കെ പിരിച്ചുങ്ങാണ്ട് ഡിപ്പോസിറ്റ് പിന്നെ കെട്ടിയിട്ടാണ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഭാഗത്ത് കൂടെയൊക്കെ കറണ്ട് കിട്ടിയത്. റോഡും കട്ട റോഡ് പിന്നെ ടാറൊന്നും ചെയ്യാത്ത പഞ്ചായത്ത് റോഡ് പോലത്തെ റോഡായിരുന്നു. അങ്ങനെ കുട്ടിയാജി ഒരു ബസ്സൊക്കെ മേടിച്ചിട്ട്, പ്രകാശ് എന്നുള്ളൊരു ബസ് മേടിച്ചിട്ട് പിന്നെ അത് തന്നെ പെരുന്നാളൊക്കെ 1-2 ട്രിപ്പ് ഓടിക്കുക, അത് മാത്രമേ അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മളെ പഴയ കാലത്തെ ചരിത്രം. പിന്നെ അതിന് ശേഷം ഇങ്ങനെ എല്ലാ കൊല്ലങ്ങളും ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വരലും ജോലിയിലൊക്കെ പലതരം ജോലികൾക്കൊക്കെ കിട്ടി തുടങ്ങി. ഞങ്ങൾക്കൊന്നും വിസ ഉണ്ടായിരുന്നില്ല. 78-79 സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ അവിടെ ഉള്ളവർക്ക്, ജോലിയുള്ളവർക്കൊക്കെ അവിടുത്തെ ഗവൺമെൻറ് പിന്നെ ഖാലിദ് രാജാവിൻ്റെ സമയത്ത് അവരെ പിന്നെ അവിടെ ആഡ് ന്യൂസ് പേപ്പറിലും TV-യിലൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജോലിയുള്ളവരെല്ലാവർക്കും പാസ്പോർട്ട് പിന്നെ എമിഗ്രേഷനിൽ കൊടുക്കാനും അവിടുന്ന് സ്പോൺസറുടെ പേരിൽ നമുക്ക് വിസ അടിച്ച് തരുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അതിന് 77 വിസ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ വിസയിലാണ് ഞങ്ങളെ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ആ കാലത്ത് പോയവരെല്ലാവരും കുറേ ആൾക്കാർ അങ്ങനെ പിന്നെ ജോലി ചെയ്തിരുന്നതും വിസ മാറ്റലും പിടിക്കലൊക്കെ ആയി. അങ്ങനെ ആണ് അന്നത്തെ ഒരു ജീവിതകാലം ഇതൊക്കെ. പിന്നെ ഹറമിലൊന്നും അന്ന് ഇപ്പോഴത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഫാനുകളൊക്കെ ഉണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ടിലും മേലെയൊക്കെ. അതൊക്കെ ആരോ നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള ആരോ സ്പോൺസർ ചെയ്തായിരുന്നു എന്ന് കഴിഞ്ഞു. അതിന്മേക്കൂടെയൊക്കെ ടാറ്റൻ്റെ ഫാനുകളായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി കണ്ടമാനം പുരോഗതി വന്നു, AC-യും കാര്യങ്ങളായി, ഹറമൊക്കെ ആകെ വികസിപ്പിച്ചു. കണ്ടമാനം ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ട് പിന്നെ ഇപ്പോൾ പുതിയ ഹറമിൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് അത്രയും അത്ഭുതപ്പെടുത്തി പോകും ഹറമിൻ്റെ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെൻറ്റും പിന്നെ ഡെവലപ്മെൻറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ ചെന്ന സമയത്ത് ഹറമിൻ്റെ കാബത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 5 അടി അല്ലെങ്കിൽ ഏറി വന്നൊരു 10 അടി മാത്രമേ ഒരു ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാബത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ റോഡ് പോലെ ഒരു വീതിയില്ലാത്തവരെ പിന്നെ വാർത്തിട്ട് ഇങ്ങനെ ചെറിയൊരു പീസ് ഉണ്ടാക്കിയിട്ട് ആണ് പോവുകയും അതിൻ്റെ അടുത്താണ് തവാഫും സഅയും ഒക്കെ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ഹറമിൻ്റെ പള്ളിയല്ലാത്ത ബാക്കിയുള്ള ഇപ്പം ഉള്ള മത്താഫ് മുഴുവനും പിന്നെ മണലായിരുന്നു, പ്രാക്കൾ പാറിക്കൊണ്ട് കിടക്കുന്നു. പലവരും പിന്നെ നീർച്ചാക്കിയിട്ട് എന്താണെന്നറിയില്ല, അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും പ്രാക്കൾക്കൊക്കെ ഒരു റിയാലിന് അവിടെ വലിയ കീസ് ഗോതമ്പ് ഇട്ടു അത് കൊണ്ടുവന്ന് ഇടും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു അന്ന്. പിന്നെ നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് കോയക്കുട്ടിയാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ശരിക്കും ബേസിക്കലി അയാൾ കാപ്പുകാരനാണ്, അള്ളാഹു റഹ്മ, അയാൾ മരിച്ചു. പിന്നെ നമ്മൾ സ്കൂൾ പഠിക്കുക ആ ഭാഗത്ത് എവിടെ ഞാൻ ഓരോ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയാളുണ്ടായിരുന്നു. അയാൾ എല്ലാവരെയും അന്വേഷിക്കലും പിടിക്കലും വല്ല ജോലിക്കൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അയാൾക്ക് ജിദ്ദയിൽ പിന്നെ സുലൈമാൻ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ പഴയ കാലത്തെ ചെറിയ പള്ളി, അവിടെ ബാങ്ക് കൊടുക്കുന്നതും പിന്നെ പള്ളി ക്ലീനിങ്ങും ഒക്കെ ചെയ്തിരുന്നത് അയാളാണ്. അപ്പോൾ അയാളായിട്ട് പോയി കണ്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് പറഞ്ഞു തന്നിരുന്നു. നമ്മൾ പിന്നെ പോയ കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മൊബൈല് ടെലിഫോണിൻ്റെ ഒന്നും പരിപാടികളില്ല, തീരില്ല. ഇന്നൊക്കെ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട്. ദിവസം എല്ലാവരും വീട്ടിലേക്ക് ഉമ്മ വാപ്പ ഭാര്യമാരെയും മക്കളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളൊക്കെ വിളിക്കാൻ നമുക്കൊരു പൈസൻ്റെയും ചിലവില്ലാണ്ട് മൊബൈലിൽ കൂടിയുള്ള പല ഓപ്ഷനും ഉണ്ട്. അതൊക്കെ നല്ലൊരു ഇതാണ്. ഞങ്ങൾ പോയിരുന്ന കാലത്തൊക്കെ ഒരു എഴുത്ത് എഴുതിയിട്ട് അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് മണിക്കൂറോളം വരിയിൽ നിന്നിട്ടാണ് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. അത് പോസ്റ്റുകളൊക്കെ വരുന്ന അന്ന് കപ്പൽ ആണ്. പിന്നെ ജിദ്ദയിൽ വരുന്ന ഇന്ത്യയിൽ നിന്ന് വരുന്ന ചരക്ക് കപ്പൽ വരുമ്പോൾ അതിലാണ് കത്തുകളൊക്കെ ചാക്ക് കെട്ടിങ്ങാണ്ട് ഇന്ത്യയിലേക്ക് ബോംബെയിലേക്ക് എത്തും. ബോംബെയിൽ നിന്നാണ് പിന്നെ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്
ഓരോരോ രാജ്യത്തെ കൂടി അയക്കുക. ചുരുക്കി പറഞ്ഞാൽ അതൊരു നമ്മളൊരു കത്തെഴുതിയിട്ട് നാട്ടിലേക്ക് കത്തെഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടാൻ ചുരുങ്ങിയത് 2 ആഴ്ച. അതിന് പിന്നെ ഒരു മറുപടി വല്ല ഇല്ലൻ്റെയൊക്കെ മേടിച്ച് അതിൽ പിന്നെ വിവരങ്ങളൊക്കെ എഴുതി അതിൻ്റെ വളരെയധികം ചെറുതാക്കി എഴുതി അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒട്ടിക്കുന്ന സ്ഥലമില്ലാത്തടത്ത് കൂടെയൊക്കെ എഴുതി വിവരങ്ങൾ അറിയിച്ച് അങ്ങനെയൊക്കെ പാടെ അത് തിരിച്ചത് അവിടെ കിട്ടുമ്പോഴേക്കിന് പിന്നെ ഒരു 10-15 ദിവസം 20 ദിവസമൊക്കെ ആകും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ തമ്മിൽ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം സലാം പറയലൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കൂടുതൽ അന്വേഷിക്കൽ എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നോ, വിവരങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. പിന്നെ അങ്ങനെ ടെലിഫോണും കാര്യങ്ങളും പിന്നെ ഒക്കെ ആയപ്പോൾ പിന്നെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ അത്ര ഒരു ബന്ധമല്ല, എന്നാലും കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ മേലിൽപ്പെട്ട കുട്ടികളൊക്കെ എല്ലാവരും തമ്മിൽ മൊബൈൽ നമ്പറൊക്കെ കൈമാറിയിട്ടും കൊല്ലത്തിൽ പിന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഓരോരോ ഗ്രൂപ്പുകൾ കൂടിയും നോമ്പുറക്കലും പരിപാടിയൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും ഒത്തുചേരുന്നുണ്ട്. അതുതന്നെ വലിയൊരിതാണ്. ഞാൻ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് ചെന്നപ്പോഴാണ് ശരിക്ക് നമ്മുടെ നാട്ടിലുള്ള എത്രയും കുട്ടികൾ അവിടെ ഉണ്ടെന്ന് അറിയുന്നതും കുറേ നമ്മളെ അയൽവാസികളെയും നാട്ടുകാരെയും കുട്ടികളൊക്കെ കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമായി. പിന്നെ ഈ ജോലിയും തിരക്കിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാവരെയും കാണാനും പറ്റിയില്ല. മുമ്പ് കാപ്പ് മഹലിൻ്റെ കീഴിൽ നമുക്കൊരു കാപ്പ് റൂം എന്ന് പറഞ്ഞിട്ടൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ചിന്നമ്മനായി എല്ലാവരും പല ഭാഗത്ത് കൂടിയും പോയി എല്ലാവരും ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ താമസമൊക്കെ ആക്കിയപ്പോൾ ആൾക്കാരില്ലാതായപ്പോൾ അതിങ്ങനെ ആ റൂം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായി. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കി. ഇപ്പോൾ എല്ലാവരും പല ഭാഗത്ത് കൂടിയാണ് താമസിക്കുന്നത്. എല്ലാവരും എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ മൊബൈൽ കൂടിയൊക്കെ ബന്ധപ്പെടും. മറ്റേത് എന്താ വെച്ചാൽ ഈ കാപ്പ് റൂമുള്ളതിൻ്റെ പേരിൽ ഇവിടുന്ന് നമ്മളെ മഹലിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച പൊതുവെ എല്ലാവർക്കും ലീവാണല്ലോ, എന്നാൽ എല്ലാവരും കൂടിയിട്ട് അവരുടെ പേരിൽ ഫാത്തിഹ ഓതലും മയ്യിത്ത് നിസ്കാരവും ദുആയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനത്തെ ഒരു സൗകര്യമായിട്ടുള്ളൊരു മഹലിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പിന്നെ റൂമില്ല. എന്നാലും നമ്മുടെ കുട്ടികളുടെ നമ്പർ ഓഫ് പിന്നെ ഒന്നും വല്ലാണ്ട് കുറഞ്ഞിട്ടില്ല.